നാട്ടുകൾ വിഷന്റെ ന്യൂസ് അറ്റ് 7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാ പ്രേക്ഷകർക്കും വിശ്വാസംസകൾ. 88ാം വയസ്സിലും പഴയകാല വിഷോർമ്മകൾ പങ്കുവയ്ക്കുകയാണ് അമ്പലത്ത് കുഞ്ഞുലക്ഷ്മി അമ്മാൾ. ഒരു റിപ്പോർട്ടിലേക്ക്. മലയാളികളുടെ മനസ്സിൽ നിറയെ കണിക്കൊന്നകൾ വിരിയിച്ചുകൊണ്ട് വീണ്ടും ഒരു വിഷുവരവായി. കൈനീട്ടത്തിൻ്റെ ഐശ്വര്യവും മനം നിറയെ മധുരസ്മൃതികളും നിറഞ്ഞ ഒരു നല്ല വിഷുക്കാലം. വിഷുക്കാലം വന്നെത്തുമ്പോൾ പഴയകാല വിഷോർമ്മകൾ പങ്കുവയ്ക്കുന്ന ഒരു വീട്ടമ്മയുണ്ട് ചെത്തല്ലൂരിൽ. 88ാം വയസ്സിലും തൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് ചെത്തല്ലൂർ തെക്കുമുറി പെരുമ്പാലപ്പാറയ്ക്ക് സമീപത്തുള്ള അമ്പലത്ത് വീട്ടിൽ കുഞ്ഞുലക്ഷ്മി അമ്മാൾ. ഒരു പ്രത്യേക റിപ്പോർട്ട് കാണാം. വിഷുവിനെ വരവേൽക്കാൻ വേണ്ടി തലേദിവസം തന്നെ കുട്ടികളും മുതിർന്നവരും വിഷുക്കണി ഒരുക്കാൻ ആവശ്യമായ സാധനങ്ങൾക്ക് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാകും. ആദ്യകാലത്തെ വിഷുക്കണിക്ക് നാട്ടിൻപുറത്ത് കിട്ടുന്ന പഴങ്ങളും കൊന്നപ്പൂവാണ് പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. കത്തിച്ചുവെച്ച നിലവിളക്കിന് മുന്നിൽ ഓട്ടുരുളിയിലാണ് കണി ഒരുക്കുന്നത്. കൊന്നപ്പൂവ്, വെള്ളരി, മാങ്ങ, ചക്ക, നാളികേരം, അഷ്ടമംഗല്യം, അരി, കോടിമുണ്ട്, സ്വർണം, പണം എന്നിവയെല്ലാം വിളക്കിന് മുന്നിൽ ഒരുക്കി വയ്ക്കുന്നു. ആദ്യം ഉരുളി വേണം, വിളക്ക് കൊളുത്തണം, പറ്റൊരു വിളക്ക് കൊളുത്തണം. നിലവിളക്ക് കൊളുത്തി വെച്ചിട്ട് ഉരുളി വയ്ക്കണം. ഉരുളിയിൽ ഉണങ്ങലരി, വെളുത്തരിയല്ല ഉണങ്ങലരി വയ്ക്കണം. ഉരുളി പരത്തി വയ്ക്കുക. അതിൻ്റെ മുകളിൽ പുടവ വയ്ക്കുക. കോടി തുണി പുടവ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൊത്തപ്പൂ വയ്ക്കുക. അതിൻ്റെ മുകളിൽ കോടി തുണി വെച്ചിട്ടാണ് കൊത്തപ്പൂ വയ്ക്കൽ. എന്നിട്ട് നാളികേരം ഉടച്ചിട്ട് രണ്ട് ഭാഗത്തായിട്ട് വയ്ക്കുക. ഈ മുന്നിൻ്റെ രണ്ട് ഭാഗത്തും. വീട്ടുമുറ്റത്തുള്ള പൂക്കൾ കൊണ്ട് മാല കോർത്തിട്ട് കണ്ണൻ്റെ വിഗ്രഹവും വയ്ക്കാറുണ്ട്. ഇത്തരം ഓട്ടുരുളിയിൽ കണി വയ്ക്കുന്ന സാധനങ്ങൾക്ക് ഓരോ ദേവി സങ്കല്പമുണ്ടെന്നും പറയപ്പെടുന്നു. വിളക്ക് കൊളുത്തി വെച്ചിട്ടാണ് തുടക്കം തന്നെ. വിളക്ക് ആദ്യം കൊളുത്തി വയ്ക്കും. എന്നിട്ട് ഇതൊക്കെ തുടങ്ങുള്ളൂ. ഫസ്റ്റിൽ ഉള്ളിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങാലരിയിട്ട് പരത്തി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ മുണ്ട് വയ്ക്കും. മുണ്ട് വെച്ച് അതിൻ്റെ മുകളിൽ കൊന്നപ്പൂ വയ്ക്കും. കൊന്നപ്പൂ പരത്തി കിഴക്കോട്ട് നാക്കാക്കിയിട്ടാണ് മുരടെ ഉപരിക്കും മറ്റേ നാക്ക് കതിരെ വെറുതെ കിഴക്കോട്ട് നാക്കാക്കിയിട്ടാണ് വെച്ച്. ആദ്യകാലങ്ങളിൽ വിഷുക്കാലമായാൽ ദേശത്തെ പണിക്കർ ഓലയുമായി വീടുകളിൽ തോറും വിഷു പറയാൻ വേണ്ടി വരുന്ന ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതൊക്കെ പഴഞ്ചനായി മാറി. പുലർച്ചെ വിഷുക്കഞ്ഞിയാണ് പ്രാധാന്യം. അത് വെച്ച് കഴിഞ്ഞാൽ നാളികേരം വെച്ച് രണ്ട് ഭാഗത്തും വയ്ക്കും. ഈ ഉരുളിയുടെ രണ്ട് ഭാഗത്തും നാളികേരം. അതിന് രണ്ട് വിളക്ക് വയ്ക്കും. അപ്പോൾ ഇപ്പുറത്തും രണ്ട് വിളക്കുണ്ടാവും ഈ ഉരുളിയുടെ അടുത്ത്. അത് കഴിഞ്ഞാൽ വെറ്റില അടയ്ക്കുകയും വയ്ക്കും. വെറ്റില അടയ്ക്കുകയും വെച്ചാൽ അതിന് പൈസ വയ്ക്കണം. വെറ്റില അടയ്ക്കൽ ദക്ഷിണ വയ്ക്കണം. അത് കഴിഞ്ഞ് പിന്നെ ഈ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പുതിയോണം വയ്ക്കും. പുതിയോണം ഉണ്ട്. അത് ഈ നാളികേരം മുറിയുണ്ട്. അതിൽ അരിയും പൂവൊക്കെ ഇട്ടിട്ടുണ്ടാവും. അതിൽ ഈ പുതിയോണം വയ്ക്കും. ആ പുതിയോണം വെച്ച് കഴിഞ്ഞ് ഇതൊക്കെ ശരിയായി കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോ എന്തെങ്കിലുമൊക്കെ എടുക്കുക, അലങ്കാരങ്ങളൊക്കെ വയ്ക്കാം. ഇങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. വിഷു ദിവസം കഞ്ഞിയും ചക്ക കൊണ്ടുള്ള കറിയും വയറു നിറച്ച് കുടിച്ചാണ് വിഷുവിനെ ഓരോരുത്തരും വരവേൽക്കുന്നത്. പണ്ടുകാലത്തെ വീടുകളിൽ കൈക്കോട്ടിച്ചാൽ എന്നുള്ള ചടങ്ങും നടത്തിയിരുന്നു. കൃഷിയും അനുബന്ധ പ്രവൃത്തികളും ഇല്ലാതായതോടെ കൈക്കോട്ടിച്ചാൽ എന്നുള്ള ചടങ്ങും ഇന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ വീടുകളിൽ കൃഷിയുടെ പ്രാധാന്യം കുറഞ്ഞതോടെ കന്നുകാലികൾ ഇല്ലാതാകുകയും നെൽപ്പാടങ്ങളിൽ നെല്ലിനു പകരം മറ്റു നാണ്യവിളകൾ സ്ഥാനം പിടിച്ചതോടെ പുരാതന കാലത്തുണ്ടായിരുന്ന ആ ചടങ്ങും ഇന്ന് അന്യമായതായി ഊരക്കാട്ടിൽ ഉണ്ണിക്കുട്ടൻ പറഞ്ഞു. വിഷുവിൻ്റെ ചടങ്ങുകൾ പറഞ്ഞാൽ അങ്ങനെ പല ചടങ്ങുകളുണ്ട്. അത് ഇപ്പോൾ ഒന്നും നടന്നു പോകുന്നില്ല എന്ന് പറഞ്ഞ മാതിരിയാണ്. ഇപ്പോൾ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ എന്താ വെച്ചാൽ അവനവൻ അന്ന് തീരുമാനിക്കണതാണ്. പഴയ കാലത്ത് അങ്ങനെ അല്ലായിരുന്നു. ഒരു ചടങ്ങും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കാരണന്മാർ തീരുമാനിക്കണതോ അല്ലെങ്കിൽ വിഷുവിനെ സംബന്ധിച്ച് പണിക്കന്മാർ നോക്കി അതിനൊരു മുഹൂർത്തം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും. അത് വീട്ടിൽ കൊടന്നു തരും. അവർക്ക് അതിന് എന്തെങ്കിലും പൈസ എന്തെങ്കിലുമൊക്കെ ഒരു പിരിവ് നടത്തും. പിരിവ് നടത്തുക വെച്ചാൽ ചോദിച്ചു വാങ്ങുകയല്ല, വന്നാൽ നമ്മൾ കൊടുക്കുക. അതാണ് അതിൻ്റെ ചടങ്ങ് അന്ന് നടത്തുന്നത്. പിന്നെ ഈ വിഷുവിൻ്റെ കണി കാണലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അന്ന് ഒരു കൈക്കൊട്ടിയാൽ നടത്തലും കാര്യങ്ങളൊക്കെ അന്നുണ്ട്. അത് വീട്ടിൽ മുറ്റത്ത് വെച്ചിട്ടാണ്. അതിരാവിലെ പണ്ടുകാലത്ത് വലിയ വീടുകളിൽ മാത്രമാണ് കണി വെച്ചിരുന്നത്. താഴ്ന്ന സമുദായത്തിൽപ്പെട്ടവർ ഉയർന്ന വീടുകളിലേക്കാണ് കണി കാണാൻ വേണ്ടി വന്നിരുന്നത്. അന്നൊക്കെ കാലണയാണ് വീട്ടുകാർ നൽകിയിരുന്നതെന്നും കൂടാതെ വയറ് നിറച്ച് കഞ്ഞിയും നൽകിയിരുന്നതായും പഴമക്കാർ പറയുന്നു. വാഴയുടെ പോള കൊണ്ടുവന്ന് വൃത്തിയാക്കി തളം കെട്ടിയതിൽ ഇല വെച്ചാണ് കഞ്ഞി വിളമ്പിരുന്നതായും പറഞ്ഞു. കൊന്നപ്പൂവ് പറിക്കാനായി തലേദിവസം തന്നെ കുട്ടികളുമെത്തി കൊന്നപ്പൂ പറിച്ച് കൊണ്ടുപോവുകയും ചെയ്യുന്നു.
വിഷുവിനെ അവിഭാജ്യ ഘടകമായതിനാൽ കൊന്നപ്പൂ കിട്ടാത്തവർക്ക് മാർക്കറ്റുകളിൽ ഇവ ഇന്നത്തെ കാലത്ത് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ നാൽക്കാലിയെ കൊണ്ട് പാടത്ത് പോയിട്ട് കന്നുപൂട്ടും കാര്യങ്ങളൊക്കെ നടന്ന് അന്നത്തെ കൃഷിപ്പണി ഇപ്പം ഇല്ല. അതുകൊണ്ട് അന്ന് അതിനൊരു മൂത്തം ഉണ്ടാവും, പറഞ്ഞിട്ടുണ്ടാവും മനക്കിൽ. ആ മൂത്തത്തിൽ എന്നാ ദൂട്ടം അത് എന്നാണ് വെച്ചാൽ അന്ന് പോയിട്ടാണ് അത് ചെയ്യൽ. അപ്പോൾ അതിന് പോത്തുകളെയൊക്കെ കുളിപ്പിച്ച് കൊടുന്ന് ഈ കണിക്കൊന്നയും കഴുതത്തല തേങ്ങ പൊട്ടിക്കലൊക്കെ ഉണ്ടാവും. അത് ഈ തേങ്ങ പൊട്ടിക്കൽ മടാളോണ്ടൊന്നല്ല, ഈ കരിമ്പിൽ മുക്കിയിട്ടൊക്കെ തേങ്ങ പൊട്ടിക്കായിരുന്നു. അങ്ങനെ ഒരു കാലമാണ്. അപ്പോൾ എന്നിട്ട് അത് അവിടെ ചെറിയ ഗണപതി പൂജ നടത്തുമ്പോൾ തന്നെയാണ് ചെറുതായിട്ടൊന്ന് നടത്തും. അതിൻ്റെ ശേഷം ഈ പൂട്ടിയ സ്ഥലത്ത് അല്ല വിത്തറക്കൽ, ആ കണ്ടത്തിൽ ഒരു അരികിൽ എവിടെയെങ്കിലും വിത്തറക്കുക എന്നുള്ള ഒരു ചടങ്ങ് നടത്തും. അത് പ്രാണികളും പ്രാവും കണ്ണി കണ്ടൊക്കെ പെറുക്കി പോകാതിരിക്കാൻ അതിന് തക്കതായ അടപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മുളച്ച് കാണണം. അതാണ് ഉദ്ദേശം. ഏത് വിത്തിൻ്റെ ഗുണം അറിയാം. ഈ സമയത്ത് നമ്മൾ ആ കൊല്ലം വിളയിട്ടതിൻ്റെ ഒരു ഉദ്ദേശം കൂടി അതിൽ മനസ്സിലാക്കിയിരിക്കാണ്ടെന്നാണ് കാരണന്മാർ പറഞ്ഞ് മനസ്സിലാക്കി. നല്ല വില കൊടുത്താണ് ആളുകൾ കൊന്നപ്പൂവ് കൊണ്ടുപോകുന്നത്. കാലങ്ങളായി കൊന്നപ്പൂക്കൾ മലയാളികളുടെ മനസ്സിലും വിശ്വാസത്തിലും കടന്നു കയറിയെങ്കിലും പുതിയ കൊന്നപ്പൂ ചെടികൾ വെച്ചുപിടിപ്പിക്കാൻ പുതിയ തലമുറയിലെ യുവാക്കൾ തയ്യാറാകണമെന്നും പുതിയ തലമുറയിലെ ആളുകൾ ആവശ്യപ്പെടുന്നു. നെൽകൃഷിയുടെ പ്രാധാന്യമറിഞ്ഞ് യുവതലമുറ കൃഷിയിലേക്ക് വരണമെന്നാണ് പഴയകാല കർഷകനായ ഊരക്കാട്ടിൽ നാരായണൻകുട്ടി പറയുന്നത്. മലയാളികൾക്ക് മേടമൊന്ന് പുതുവർഷ പിറവിയാണ്. ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കേണ്ട നന്മകളുടെ പ്രതീക്ഷകളുമായാണ് വിഷുപ്പുലരിയിലേക്ക് ഓരോ മലയാളിയും കണ്ണു തുറക്കുന്നത്. താലൂക്കിലെ വിവിധ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ രാവിലെ മുതൽ തന്നെ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ക്ഷേത്രങ്ങളിൽ വിഷുക്കണി ദർശിക്കാൻ വേണ്ടി നിരവധി ഭക്തരും എത്തിച്ചേർന്നു. ചെത്തല്ലൂർ പനംകുറിശി ഭഗവതി ക്ഷേത്രത്തിലും രാവിലെ വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. കീഴടമായ ശിവ ശൈലേശ്വര ക്ഷേത്രത്തിലും വൻ ഭക്തജന തിരക്ക് ഉണ്ടായി. ക്ഷേത്രപൂജകൾക്ക് ക്ഷേത്രം മേൽശാന്തി നാരായണൻ എമ്പ്രാന്തിരിയും ശങ്കരനാരായണ നമ്പൂതിരിയും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രത്തിലെത്തിയ ഭക്തർക്ക് വിഷു കൈനീട്ടവും നൽകി. ആലിപ്പറമ്പ്, തച്ചനാട്ടൂര, വെള്ളിയേഴി തട്ടകത്തിൽ നിന്നായി നിരവധി ആളുകളാണ് രാവിലെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. ക്ഷേത്രങ്ങളിൽ പ്രസാദ വിതരണവും ഉണ്ടായിരുന്നു. വിഷമയമല്ലാത്ത ഭക്ഷണം കഴിക്കണമെങ്കിൽ ഓരോ ആളുകളും മറ്റു വിളകൾക്കൊപ്പം തന്നെ നെൽകൃഷി ചെയ്യാനുള്ള മനസ്സും കാണിക്കണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. നെൽകൃഷി എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ കൃഷി പലയിടത്തും ചെയ്യണമൊക്കെ ഉണ്ട്. അത് അതിൻ്റേതായ കാലത്തിനനുസരിച്ചിട്ടൊന്നല്ല അന്നത്തെ കൃഷി. ഇന്ന് വിത്തും കാര്യങ്ങളും എങ്ങനെയാ വെച്ചാൽ മൂപ്പ് കമ്മിയുള്ള വിത്തുകളാവും. ചിലപ്പോൾ വാഴ, നെല്ലോ, പൂള ഇതെന്തെങ്കിലും കൃഷി ഏത് കാലത്തും പാടത്തുനിന്ന് കൃഷിയാണ്. അപ്പോൾ അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു നെല്ലെടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും. അതിന് തഞ്ചുള്ള മൂപ്പ് പറഞ്ഞിട്ട് 90 ദിവസം കൊണ്ടൊക്കെ ഒന്ന് വിളയെടുക്കുന്ന ഒരു കാലമാണ്. അത് ഞാറ് പാവി 20-22 ദിവസം ആകുമ്പോഴേക്ക് 10 നടും. പഴയ കാലത്ത് അങ്ങനെയൊന്നല്ല, 10 മൂപ്പുള്ള വിത്താവും. അപ്പം ഞാറിന് മൂപ്പ് കയറിയാലും കുഴപ്പമില്ല. ഇന്നും ഞാറിന് മൂപ്പ് കയറാനൊന്നും പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു നീക്കങ്ങൾ പല മാറ്റങ്ങളും വന്നു.